ന്യൂസ് 16 കേരള. മക്കയിലേക്കുള്ള കവാടങ്ങളിൽ പരിശോധന ശക്തം. അനുമതി പത്രമില്ലാതെ ഹജ്ജ് ചെയ്യാനെത്തുന്നവരെ പിടികൂടാൻ മക്കയിൽ പരിശോധന ശക്തം. പ്രവേശന കവാടങ്ങൾ ശവ്വാൽ 15 മുതൽ ഏർപ്പെടുത്തിയ പരിശോധനയിൽ ഇതുവരെ നൂറുകണക്കിന് നിയമലംഘകർ പിടിയിലായി. ഹജ്ജ് ചെയ്യാൻ അനുമതി പത്രമില്ലാതെ എത്തിയ 28 പേരെയും അവർക്ക് വാഹന സൗകര്യമൊരുക്കിയ 8 ഡ്രൈവർമാരെയും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഹജ്ജിന് അനുമതി പത്രം നിർബന്ധമാക്കുന്നതും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതും തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്താനാണെന്ന് മക്ക ഡെപ്യൂട്ടി ഗവർണറും ഹജ്ജ് കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാനുമായ അമീർ സൗദ് ബിൻ വിശാൽ ബിൻ അബ്ദുൽ അസീസ് വ്യക്തമാക്കി. നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്ന കുറ്റവാളികളെ കണ്ടെത്താൻ മക്കയിലെ പാർപ്പിട കേന്ദ്രങ്ങളിലും പരിസര പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പിടിയിലാകുന്നവർക്ക് 15 ദിവസം തടവും ഓരോ നിയമലംഘനത്തിനും 10,000 റിയാൽ പിഴയുമാണ് ശിക്ഷ. വിദേശികളാണെങ്കിൽ ഈ ശിക്ഷകൾക്കു ശേഷം പുനർപ്രവേശന വിലക്കോടെ നാടുകടത്തും. പാസ്പോർട്ട് ജനറൽ ഡയറക്ടറേറ്റിന്റെ സീസണൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികൾ വഴിയായിരിക്കും ശിക്ഷാ നടപടികൾ നടപ്പാക്കുക. നിയമലംഘകരെ കടത്താൻ ഉപയോഗിച്ച 3 വാഹനങ്ങളും കഴിഞ്ഞ ദിവസം പിടികൂടി. ഹജ്ജ് കർമ്മങ്ങൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവിധ മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മക്കയിലെ റോഡുകളും ഹജ്ജ് പ്രദേശങ്ങളും പൂർണ്ണമായും സുരക്ഷാ സൈനികരുടെ നിരീക്ഷണത്തിലാണ്. വിദേശങ്ങളിൽ നിന്നും സൗദിയിൽ നിന്നും എത്തുന്ന 20 ലക്ഷത്തിലേറെ വരുന്ന തീർത്ഥാടകർക്ക് സുഖപ്രദവും സുരക്ഷിതവുമായി ഹജ്ജ് നിർവഹിക്കാൻ അവസരം നൽകാൻ ഹജ്ജ് നിയമങ്ങളും സുരക്ഷാ നിയന്ത്രണങ്ങളും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളും പൂർണ്ണമായും പാലിക്കാൻ എല്ലാ പൗരന്മാരോടും രാജ്യത്തെ താമസക്കാരായ പ്രവാസികളോടും ഹജ്ജ് ഉംറ മന്ത്രാലയം ആഹ്വാനം ചെയ്തു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.